എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇഷിതയുടെ അടുത്തോട്ട് ചിപ്പി മോൾ വന്നത്, ചിപ്പി മോൾക്ക് ആകെ സങ്കടമായി. ഇത്രയും സംഭവങ്ങളൊക്കെ നടന്ന സ്ഥിതിക്ക് ഏതായാലും ഇഷിതേനെ കുറേ കുറ്റമൊക്കെ പറയുമല്ലോ സ്വപ്നമല്ലേ, അതെല്ലാം കേട്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ടും വിഷമം തോന്നിയതുകൊണ്ടാണ് ചിപ്പി ഇഷിതയുടെ അടുത്തോട്ട് വന്നത്. ഇഷിതയോട് ചിപ്പി ഈ കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെ ചീത്തയൊന്നും അല്ല എൻ്റെ ഫ്രണ്ട് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ചിപ്പി മോള് അവിടെ മഹേഷിൻ്റെ ഫോട്ടോയിൽ കരിയൊക്കെ തേച്ച് മോശമാക്കി വെച്ചേക്കുവാണല്ലോ ദേഷ്യം വന്നപ്പം. ഇതെന്താ ഡാഡിയുടെ ഫോട്ടോയിൽ കരി തേച്ച് വെച്ചേക്കുന്നത്, എൻ്റെ ഡാഡി പാവമല്ലേ എന്ന് ചോദിക്കും. അന്നേരം പെട്ടെന്ന് ഇഷിതയ്ക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ലേ. അന്നേരം ഇഷിത പെട്ടെന്ന് പറയുവാണ്, അയ്യേ അതുകൊണ്ടൊന്നും അല്ല മോളെ, ഡാഡി പാവമൊക്കെ, പക്ഷേ ഈ പിക്ചർ അത്ര ശരിയല്ല, കൊള്ളില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും അങ്ങോട്ട് പ്രിയാമണിയും സുചിത്രയും കൂടെ വന്നുണ്ട്. അന്നേരം ആഹാ ഇഷിത മോളോ, എന്തൊക്കെയുണ്ട് മോളെ വിശേഷം, സുഖമാണോ എന്നൊക്കെ ചോദിച്ച് വിശേഷമൊക്കെ ചോദിക്കും. എന്നിട്ട് മോള് പാല് കുടിച്ചായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പ്രിയാമണി. അപ്പം ഞാൻ പാല് കുടിച്ചായിരുന്നു, എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയും. അന്നേരം പറയും, എന്നാൽ മോളെ അവിടെ അന്വേഷിക്കുന്നുണ്ടായിരിക്കും, ചെല്ല് എന്ന് പറയുവാണ്. എങ്ങനെയാലും ചിപ്പി മോളെ അപ്പുറത്തേക്ക് വിടാൻ വേണ്ടി. അപ്പം ചിപ്പി മോൾ ഇഷിതയ്ക്ക് ഒരു ടാറ്റയൊക്കെ കൊടുത്ത് അപ്പുറത്തേക്ക് പോവാണ്. പോയി കഴിയുമ്പം പ്രിയാമണി പറയുന്നുണ്ട്, ഞാൻ പല പ്രാവശ്യം മോളോട് പറഞ്ഞതാണ്, ഈ ഫ്രണ്ട്ഷിപ്പ്, ഈ സൗഹൃദം ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്ന് പറയും. അന്നേരം അത് തന്നെ സുചിത്രയും പറയുന്നുണ്ട്. അന്നേരം ഇഷിത പറയും, ഞാനല്ല ചിപ്പിമോളുടെ കയ്യെ പിടിച്ചേക്കുന്നത്, അവളാണ്, അവൾക്ക് എല്ലാവരും ഉണ്ട്, എന്നിട്ടും അവൾക്കൊരു സങ്കടം വന്നപ്പം അവൾ ഓടി വന്നത് എൻ്റെ അടുത്തേക്കല്ലേ, ആ ബന്ധം അങ്ങനെ തന്നെ മുന്നോട്ട് പോകും, എന്തുകൊണ്ടാണ് അവൾ എന്നെ ഇത്രയും സ്നേഹിക്കുന്നതെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക. നേരം പ്രിയാമണി പറയുന്നുണ്ട്, ചിപ്പിമോൾ ആഗ്രഹിക്കുന്നത് ഒരമ്മയുടെ സ്നേഹമാണ്, ആ അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി അവൾ ഇങ്ങോട്ട് വരുന്നത്, സ്വന്തം അമ്മ ജീവിച്ചിരിക്കുമ്പം നീ എത്രയൊക്കെ ശ്രമിച്ചാലും അങ്ങനെ ആവാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതുതന്നെ സുചിത്രയും സപ്പോർട്ട് ചെയ്യുകയാണ് പ്രിയാമണിയെ. അന്നേരം ഇഷിത പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് ആ കുഞ്ഞിനോട് ഇത്രയും സ്നേഹം തോന്നുന്നതെന്ന് എനിക്കറിയത്തില്ല, ഇനി അവളായിട്ട് എന്നിൽ നിന്ന് അകന്നു പോവുകയാണ് പോയിക്കോട്ടെ, അല്ലാണ്ട് ഞാനൊന്നും ചെയ്യില്ല എന്ന് ഇഷിത പറയുന്നുണ്ട്. ഈ സമയം ആകാശും രചനയും ഭയങ്കര സന്തോഷത്തിലാണ്. അവർ ഒരു ക്യാരംസ് ബോർഡിൽ ഒരു കോയിൻ മഹേഷും മറ്റൊരു കോയിൻ ചിപ്പിയുമായിട്ടൊക്കെ കണക്കാക്കി അതിനെ അടിച്ച് കുഴി ചാടിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അവളെ വീണ്ടെടുക്കും എന്നുള്ളൊരു മനോഭാവവും അതൊരു കോൺഫിഡൻസും ഒക്കെ രചനയ്ക്ക് കൊടുക്കുന്നുണ്ട്. അന്നേരം രചന പറയും, ഇങ്ങനെ ഇവിടെ കളിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ എന്ന് പറയും. അന്നേരം ആകാശ് പറയുന്നുണ്ട്, തീർച്ചയായും നമുക്ക് ചിപ്പിമോളെ ഇങ്ങോട്ട് കൊണ്ടുവരണം, അതിന് വേണ്ടത് നമുക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ രചന ചോദിക്കുന്നുണ്ട്, ശരിക്കും ഇഷിതയുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പോരെ, നമുക്ക് ചിപ്പിമോളെ കൂടെ നിർത്താൻ എന്ന് ചോദിക്കുക. അന്നേരം ആകാശ് പറയും, അതൊക്കെ മതി, പക്ഷേ ഇതിൻ്റെ അകത്തൊരു വലിയൊരു കുഴപ്പം കിടക്കുന്നുണ്ട്, ചിപ്പിമോളെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാലും ഇഷിത എപ്പോഴെങ്കിലും ഇഷിതയെപ്പറ്റി മോശമായ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു എന്നറിയും, അന്നേരം സോറി പറയാനും ഈ കാര്യങ്ങൾ നേരെ തിരിഞ്ഞു മറിയാനും സാധ്യതയുണ്ടെന്ന് ആകാശ് പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്ക് അങ്ങോട്ട് മൃണാളിനി വന്നുണ്ട്. അന്നേരം അവിടെ നടന്ന സംഭവമൊക്കെ പറയുന്നുണ്ട്. രചനയെപ്പറ്റി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇഷിതയെപ്പറ്റി ആക്കി അവർ അതിനിടയ്ക്കൊരു എഡിറ്റിംഗ് നടത്തിയാണ് ഇഷിതയെ തെറ്റിദ്ധരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, ഇഷിത സത്യം അറിയുന്നതിന് മുമ്പ് നമ്മുടെ ഭാഗം ജയിച്ചിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതിനുവേണ്ടി അവർ വനിതാ പ്രവർത്തകരെ കാണാനും അവരെ ഇളക്കി വിട്ട് ഒരു ചെറിയൊരു പ്രക്ഷോഭം പോലെയൊക്കെ നടത്തി കുഞ്ഞിനെ വീണ്ടെടുക്കാനും ഒക്കെയാണ് ശ്രമിക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് പൈസ വേണമെന്ന് ആകാശിനോട് പറയുമ്പം ആകാശ് പറയും, എത്ര വേണമെങ്കിലും ഞാൻ തരാം, നമ്മുടെ കാര്യങ്ങൾ നടക്കണമെന്ന് പറയും. ഇതെല്ലാം കഴിഞ്ഞിട്ട് മൃണാളിനി ഒന്നുകൂടെ സൂചിപ്പിക്കുന്നുണ്ട്, ഇഷിത ഇപ്പം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുവാണ്, അത് ഇഷിത തിരിച്ചറിയുന്നതിന് മുമ്പ് നമുക്ക് കാര്യങ്ങൾ നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഒന്നുകൂടെ പറഞ്ഞിട്ടാണ് മൃണാളിനെ ഇറങ്ങി പോകുന്നത്. ഏതായാലും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് നമ്മുടെ മഹേഷ് ഒരുപാട് മാറി. മഹേഷ് കുറച്ചുകൂടെ നല്ല രീതിയിൽ ചിപ്പിയെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയാണ്. അത് വീട്ടിലുള്ള എല്ലാവരിലും സംസാരം ആകുന്നുണ്ട്. സ്വപ്നവല്ലി പറയുന്നുണ്ട്, മോനെ ഇന്നലെ ഭയങ്കര സങ്കടമായി അങ്ങനെ ഒരു സംഭവം നടന്നത്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു മോളിലെ എല്ലാ കാര്യവും അവൻ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് സന്തോഷമായി എന്ന് സ്വപ്നവല്ലി പറയുന്നുണ്ട്. ഏതായാലും മഹേഷിൻ്റെ നെഞ്ചിലോട്ട് ചേർന്ന് കിടന്ന് ഉറങ്ങുന്ന ചിപ്പിമോളെ കാണിക്കുന്നുണ്ട്. രാവിലെ ചിപ്പിമോളെ എഴുന്നേൽപ്പിച്ച് ബാത്റൂമിൽ കയറ്റി വിടുന്നുണ്ട്. ടോയ്ലറ്റിലൊക്കെ പോയതിന് ശേഷം ഡാഡിയെ വിളിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ ഡാഡി ചെയ്തു തരാമെന്നൊക്കെ മഹേഷ് പറയുന്നുണ്ട്. അതുപോലെ മഹേഷ് എല്ലാവരോടും പെരുമാറുന്നതിലും ഒക്കെ ഒരു മാറ്റമുണ്ട് കേട്ടോ, എല്ലാവരോടും കുറച്ച് സന്തോഷത്തോടെയൊക്കെ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നത്. അത് കാണുമ്പോൾ മഹേഷിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഏതായാലും നമ്മുടെ ചിപ്പി മോളെ കുളിപ്പിക്കുന്നത്, പല്ല് തേപ്പിക്കുന്നത്, ഡ്രസ്സ് ഇടിപ്പിക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത് തുടങ്ങി എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ചെയ്യുവാണ്. അത് കഴിഞ്ഞ് ഓഫീസിൽ പോകണമല്ലോ മഹേഷിന്, അതിനു മുമ്പേ സ്കൂളിൽ പോകുന്ന ചിപ്പിമോളെ റെഡിയാക്കി നിർത്തി മോൾക്കൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് മഹേഷ് പോകാൻ ഇറങ്ങുന്നത്. അന്നേരം ചിപ്പിമോൾ പറയുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ ഡാഡി നല്ല സൂപ്പർ ഡാഡിയായി, എനിക്ക് ഒത്തിരി ഇഷ്ടമായി എന്ന് പറയും. അന്നേരം മഹേഷ് പറയും, വൈകിട്ട്
വൈകിട്ട് വന്നിട്ട് നമുക്ക് ഒരു ഔട്ടിങ്ങിന് പോകണം, എല്ലാവരും റെഡിയായിട്ട് നിന്നോണം എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് പോവാം. അന്തേക്കും സ്വപ്നവല്ലിക്ക് ഒത്തിരി സന്തോഷം. മോളെ കെട്ടിപ്പിടിച്ച് മോൾക്കൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പം മോളുടെ ഡാഡി സൂപ്പർ ഡാഡി ആയില്ലെന്ന് ചോദിക്കുമ്പോൾ പിന്നെ എനിക്കിപ്പോൾ ഒത്തിരി ഇഷ്ടം എൻ്റെ ഡാഡി എന്ന് ചിപ്പി മോള് പറയുന്നുണ്ട്. ഏതായാലും മഹേഷ് ഓഫീസിൽ പോകാൻ ഇറങ്ങി വരുന്ന കറക്റ്റ് ടൈമിൽ തന്നെയാണ് നമ്മുടെ ഇഷിതയും ഇറങ്ങി വരുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ ആ സമയത്തേക്ക് അങ്ങോട്ടേക്ക് വനിതാ പ്രവർത്തകർ ചെറിയൊരു പ്രക്ഷോഭം, ചെറിയൊരു സമരമായിട്ട് വന്നു. മഹേഷിനെതിരെ അവർ മുദ്രാവാക്യം വിളിക്കുന്നു. അന്നേരം ഇത് കാണുന്ന സ്വപ്നവല്ലി വന്ന് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞങ്ങളിവിടെ കൊച്ചിനെ പീഡിപ്പിക്കുകയൊന്നും അല്ല എന്ന് പറയും. അന്നേരം അതിൻ്റെ കൂടെ വന്ന ഒരു സ്ത്രീ അവിടെ വന്നിട്ട് പറയുന്നുണ്ട്, അതെ, ഈ കൊച്ചിനെ ഇവിടെ ഇട്ട് പീഡിപ്പിക്കാനൊന്നും പറ്റത്തില്ല, അതിനെ അതിൻ്റെ അമ്മയുടെ കൈ തിരിച്ചേൽപ്പിക്കണം, അതിനുവേണ്ടി ഞങ്ങൾ ഏതറ്റം വരെ പോകുമെന്ന് പറയും. അന്നേരം മഹേഷ് പറയുന്നുണ്ട്, എൻ്റെ മകളെ എൻ്റെ നിന്നും അടർത്തിക്കൊണ്ട് പോകാൻ ഒരാളെയും ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് മഹേഷ് തിരിച്ചങ്ങോട്ട് പോവാം. അന്നേരം മഹേഷിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. അതും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മകളെ വളർത്താൻ അറിയില്ലെങ്കിൽ അതിനെ അതിൻ്റെ അമ്മയുടെ കൈ കൊടുക്കണം, നീ വലിയ CEO ആയിരുന്നിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയോ ഫോൺ വിളിച്ചും മഹേഷിനെ ഭീഷണിപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. ആകെ സ്വൈര്യം കിടന്ന മഹേഷ് വണ്ടി കയറി പോകുന്നതിന് മുമ്പ് ഇഷിതയുടെ അടുത്ത് വന്നിട്ട് പറയുവാണ്, എന്തെങ്കിലും കാരണവശാൽ എൻ്റെ മകളെ എനിക്ക് നഷ്ടപ്പെടേണ്ട ആ ഗതി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ജീവിച്ചിരിക്കില്ല, എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് നീയും ജീവിക്കില്ല എന്ന് പറയും. അപ്പം ഇതെല്ലാം കാണുമ്പോൾ ചെറിയൊരു ടെൻഷനും വിഷമമൊക്കെ വരുന്നുണ്ട് ഇഷിതയ്ക്കും. ഈ സമയം ഇഷിത ഹോസ്പിറ്റലിൽ വരുന്നതും നോക്കി അവിടെ കാത്തു നിൽക്കുവാണ് ചക്കിയുടെ അമ്മ. ഇഷിത വരുന്നത് എനിക്കൊരു പേഴ്സണലായിട്ടുള്ള കാര്യം പറയാനുണ്ട് എന്ന് പറയും. അതിനെന്താ സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഇഷിതയും ഹസീനയും ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കുക. അന്നേരം ഹസീന പറയുന്നുണ്ട്, എനിക്കിനി ആകെ ജീവിക്കാനുള്ളൊരു പ്രേരണ എൻ്റെ മകളാണ്, എൻ്റെ ജീവശ്വാസമാണ് അവളെ നഷ്ടപ്പെട്ടാൽ എനിക്കൊരു ജീവിതമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തിനാണ് എൻ്റെ കുഞ്ഞിനെ സ്കൂളിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ട് പോയി അവളുടെ അച്ഛനെ കാണിച്ചത് എന്ന് ചോദിക്കും. അന്നേരം ഇഷിത പറയുന്നുണ്ട്, ഞാൻ അറിയുന്ന ശോഭി പാവമാണെന്ന് പറയുമ്പം ശോഭയുടെ കൂടെ ജീവിച്ച ആളാണ് ഞാൻ, എനിക്കറിയാവുന്ന അത്രയും നിങ്ങൾക്കറിയാവോ, പിന്നെ എന്തിന് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നിങ്ങനെ ചോദിക്കുവാണ്. ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഹസീന, എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുന്ന ഇഷിത, ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.